മുംബൈയുടെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പ്രദർശിക്കുന്ന ഈ സംഘടന വളർച്ചയുടെ മറ്റൊരു പടവ് കൂടി പിന്നിടുന്ന ഈ വേളയിൽ മനോഹരമായ ഈ പ്രഭാതങ്ങളോടൊപ്പം പങ്കിടാൻ എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിന്റെ സംഘാടകരോടുള്ള ഹൃദയംഗമമായ അകൈതവമായ നന്ദി ഞാൻ അന്ത്യമായി. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമിൽ അംഗീകരിക്കുക ധന്യവാദങ്ങളെ എന്ന വയലാറിന്റെ വരികളാണ് ഈ അവസരത്തിൽ എന്റെ മനസ്സിൽ മുഴങ്ങുന്നത്. സന്ധ്യാകുമാരി നിശീഥിനീ ഗേഹത്തിൽ അന്തി ഉറങ്ങാൻ കഴിയില്ല എങ്കിലും തന്നു നീ പേരും വിലാസവും കുറിച്ച് വന്ന് വിളിക്കാതെ പതിരചന്ദ്രികെ. മലയാളിക്ക് പേരും വിലാസവും നൽകുന്നത് ഓണാഘോഷം. മലയാളിക്ക് പേരും വിലാസവും നൽകുന്നത് ഓണാഘോഷം. ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും അഴിമതി രഹിത ഭരണത്തിന്റെയും പ്രതീകമാണ് ഓണം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മോഹഭംഗങ്ങൾ ഒരാൾക്കുമില്ല, മോഡേൺ സാഹിത്യ വിഷവുമില്ല, ചാക്കിടിയിലില്ല, കാൽമാറ്റമില്ല, മന്ത്രിക്കസേരയ്ക്കായി പാച്ചിലില്ല. പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തിയാലും ഒരു നാൾ ഉയർത്തെണീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പ്രതീകം കൂടിയാണ്. പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തിയാലും സത്യം നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ ഒരു നാൾ ഉയർത്തെണീക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പ്രതീകം കൂടിയാണ്. സുഗതകുമാരി ടീച്ചറുടെ വരികൾ കടമെടുത്താൽ കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ കുലുങ്ങിയില്ലി കരളിന്നും അടിയ മർദ്ദനമാണ്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ കുലുങ്ങിയില്ലി കരളിന്നും. ടീച്ചർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ചതഞ്ഞ ഭക്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പണിവൂ ഞാൻ. ചതഞ്ഞ ഭക്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പണിവൂ ഞാൻ. കുനിക്കിതില്ലി പത്തികൾ കണ്ണ കുനിക്കിതില്ലി പത്തികൾ കണ്ണ ഉറക്കെ നർത്തനമാടൂ നീ. ഗീതാഞ്ജലിയിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ കടമെടുത്താൽ where the mind is without fear, എവിടെ നിർഭയമാകുന്നു മാനസം, and the head held high, എവിടെ നിൽക്കുന്നു ശീർഷം സമുദ്രം. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം. To the heaven of freedom, my father, let my country awake. ആ awakening ആണ്, ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്ത പാട്ടാണ് വർഷാവർഷം നമ്മെ തേടിയെത്തുന്ന ഓണാഘോഷം. കൊടിത്തരം വില പിടിച്ചിട്ട് മാട വാങ്ങി താടമ്പരത്തോടെടുചാട്ട് നിലത്തെടുത്തു. ഏത് ഭൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ മണവും മമതയും എത്തിരി ഒന്നപ്പൂവും. ഓണത്തിന്റെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശം, സഹോദര്യത്തിന്റെ സന്ദേശം, സമഭാവനയുടെയും സദ്ഭാവനയുടെയും സന്ദേശം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. പരാപരാത്മൻ ഭക്തപിഗമ്യൻ ഭവാനെയാർ കാണു ചരാചര പ്രയമഞ്ജനമെഴുതിന ചക്ഷുസില്ലഞ്ഞാൽ. അതിന് കാരണം കൂടെ കവി പറയുന്നുണ്ട്, പരസുഖമേ സുഖം എനിക്ക് നിയതം പരദുഃഖം ദുഃഖം. പരമാർത്ഥത്തിൽ പരമം ഞാനും ഭവാനും ഒന്നല്ല. അങ്ങനെ പരക്ക നമ്മെ പാലമൃതൂട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം, പരക്ക നമ്മെ പാലമൃതൂട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം, സങ്കുചിതത്വത്തിന്റെ കൺമതിലുകളെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതായിരിക്കട്ടെ ഈ വർഷത്തെ ഖാർഖർ കേരള സമാജത്തിന്റെ ഓണാഘോഷത്തിന്റെ സന്ദേശം എന്ന് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ ഈ അവസരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മഹത്തായ ഒരു സംസ്കാരം, ബൃഹത്തായ ഒരു പാരമ്പര്യം, പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ച ഒരു സംസ്കാരം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും 4 ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങൾ
വേദങ്ങളിലും ഗീതയിലും ബൈബിളിലും ഖുറാനിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം. കറയറ്റ ഹിമാലയ ഗിരിശൃംഗമെന്നും തെളിവുറ്റ അനന്ത നീലരത്നാകരമെന്നും കവി വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്കാരം. ആ സംസ്കാരത്തിന്റെയും അന്തസ്സത്തെ സ്നേഹം തന്നെയാണ്. നമ്മുടെ പുരാണങ്ങളിലൂടെ കണ്ണോടിക്കുക, രാമായണത്തിലൂടെ കണ്ണോടിക്കുക. രാമന്റെ അയനമാണല്ലോ രാമായണം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ കുട്ടികൃഷ്ണമാരാര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ്. ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ്. മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മം അനുഷ്ഠിച്ചവൻ, മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മം അനുഷ്ഠിച്ചവൻ. നാം അത് അനുഷ്ഠിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ആത്മപരിശോധന നടത്താനുള്ള ഒരു വേദി കൂടാണ്, ഒരു വേള കൂടാണ്. ഗുരുഭൂതന്മാരോട് ശിഷ്യധർമ്മം അനുഷ്ഠിക്കും, ശത്രുവിനോട് ശത്രുധർമ്മം അനുഷ്ഠിക്കും. ശത്രുവിന് ക്ഷീണമുണ്ടെന്ന് കണ്ടാൽ തഞ്ചം പാർത്ത് കൊല്ലുന്നവനായിരുന്നില്ല ശ്രീരാമൻ എന്നാണ് രാമായണം പറയുന്നത്. മറിച്ച് വിശ്രമമെടുത്ത് തിരികെ വരാൻ അനുവദിക്കുന്നവനായിരുന്നു രാമൻ എന്നാണ് യുദ്ധകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ചില അധർമ്മ കർമ്മങ്ങളും രാമായണത്തിൽ ഇല്ലായികയില്ല. ബാല്യവധം മുതലായവ അവിടെ തന്നെ ആദികവി അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കടൽ വരെ നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും, കടൽ വരെ നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം. അത് തന്നെയാണ് ഓണത്തിന്റെ സന്ദേശം. ഏതെങ്കിലും ഒരു ദ്രവ്യം ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ ക്ഷയം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിനെ വിഷം കലർന്ന ഭക്ഷണം പോലെ ത്യജിക്കുന്ന ഒരു സംസ്കാരം. രാമായണത്തിലെ മറ്റൊരു കഥാപാത്രമാണ് ഭരതൻ. പ്രതീകാത്മകമായ സുതാര്യമായ ഭരണ സംസ്കാരത്തിന്റെ പ്രതീകമായ ഭരതൻ. അതേ സംസ്കാരത്തിന്റെ പ്രതീകമാണല്ലോ നമ്മുടെ മഹാബലി. സൂര്യവംശം ഒരു തടാകമാണെങ്കിൽ ആ തടാകത്തിലെ മലയാളമായ ഭരതൻ. കൊതുകിന്റെ ശ്വാസവേഗത്തിൽ മഹാമേരു പറന്നുപോയെന്ന് വരാം, എങ്കിൽ പോലും ഭരതന് രാജമതം ഉണ്ടാവുകയില്ല എന്നാണ് രാമായണം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സീതാദേവി. എന്റെ മുന്നിലിരിക്കുന്ന സദസ്സിലെ നല്ലൊരു ശതമാനം സ്ത്രീകളും പെൺകുട്ടികളുമാണെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതം. സ്ത്രീ അബലയോ ചപലയോ അല്ലെന്നും അവൾ അവലിക്കണയാത്ത മണിവിളക്കും അഴിയാത്ത കുങ്കുമപ്പൊട്ടും അടിവാടാ മലർമാലയുമാണ് നമ്മൾ സ്വന്തം പ്രവർത്തി പഥത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പുരുഷൻ തൻ ദിവ്യതയ്ക്ക് പൂർത്തിയില്ല, കരിപ്പുള്ളി സൂര്യനിലും സുലഭം താൻ സൂക്ഷിച്ചു പാർത്താൽ പിന്നെ അതിൽ നിന്ന് വധു എന്നുള്ളൊരു ഉമാകേരളത്തെ കുറിച്ചിട്ട വരികൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഡോക്ടർ രാധാകൃഷ്ണന്റെ വരികൾ കടമെടുത്താൽ it is said that men lead and women follow. It is said that men lead and women follow. But I am afraid that this is a notion that men foolishly cherish and which women cleverly connive at. തൻ കഴുത്തിൽ താലി വെച്ചോൾ തൻ കണവൻ അങ്ങിനത്ര ലംഘമുടി ചൂടിയാലും തുച്ഛനേ തുച്ഛൻ. തൻ കഴുത്തിൽ താലി വെച്ചോൾ തൻ കണവൻ അങ്ങിനത്ര ലംഘമുടി ചൂടിയാലും തുച്ഛനേ തുച്ഛൻ. അതാണ് സീതാദേവി. സീതാദേവിയുടെ ചരിത്രത്തിലൂടെ ആദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കുലം കുത്തി ഒഴിക്കൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ദിശാബോധം ആവാഹിപ്പിക്കുന്ന രാസത്വരകമാവണം, മൃതസഞ്ജീവനി മന്ത്രമാവണം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. നമ്മുടെ രാമായണത്തിൽ എടുത്താല് ഉത്തമമായ ഒരു സൗഹൃദത്തിന്റെ കഥ കൂടെ രാമായണം പറയുന്നുണ്ട്. മനുഷ്യരും മരഞ്ചാടിയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം, ശ്രീരാമനും ഹനുമാൻ സ്വാമിയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം. സ്വാമി പ്രഭോ നിന്തരിവടി തന്നോട് നാമവും ചാരിചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. എന്തിന്? രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം, മറ്റ് വരമൊന്നും വേണ്ട ദയാതിഥിയാണ്. ആ ഉത്തമമായ സൗഹൃദം, ആ ഉത്തമമായ സൗഹൃദം നമുക്ക് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില്, മനുഷ്യൻ റോബോട്ടായി തീർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ
അവനിലേക്ക് മനുഷ്യത്വം ആവാഹിപ്പിക്കുവാൻ ഈ ഓണാഘോഷത്തിന് സാധിക്കണം. അതുപോലെ മറ്റൊരു ഉത്തമമായ സൗഹൃദമാണ് ശ്രീകൃഷ്ണനും സുദാമാനും തമ്മിൽ ഉണ്ടായിരുന്നത്. രാമപുരത്ത് വളരെ പ്രശസ്തമായൊരു വഞ്ചിപ്പാട്ടുണ്ട്. പറഞ്ഞത് അങ്ങനെ തന്നെ ബദരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ട ഞാൻ ഉലകീഴേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞ് വല്ലതും കൂടെ തന്നയക്കണമെന്ന് തുടങ്ങുന്ന ഒരു പ്രസക്തമായ ഒരു വഞ്ചിപ്പാട്ടുണ്ട്. അതിൽ പ്രസക്തമായ 2 വരികളുണ്ട്. മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥ്യനെ മാറത്തുമ്മയോട് ചേർത്ത് യാത്രം. ആണ് യഥാർത്ഥ മനുഷ്യത്വം. മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥ്യനെ മാറത്തുമ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. രാമപുരത്തുകാർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ശൗരീ കണ്ട് നീരണിഞ്ഞു ധീരനായ ചിന്താമരൻ കണ്ണയുണ്ടോ കരഞ്ഞിട്ടു. പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും, സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇത് മൂന്നുമില്ലാത്തൊരു ദുരവസ്ഥയിലൂടെ നമ്മുടെ യുവതലമുറ മടിയൻ ആശേ നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട്, കലമാം കാളസർപ്പം എന്ന അവസ്ഥ. പതിയും കഴിഞ്ഞതില്ലെൻ ഗ്രന്ഥപാരായണം ഭീതിതം ഇതിന് അന്ത്യം എന്തിനായി ആരായണം. ജ്ഞാനകൃഷ്ണനാമെന്റെ നീടുറ്റ നിത്യധ്വാനം പാനപാത്രത്തിൽ വെറും കണ്ണുനീർ നിറപ്പാനാണെന്ന അവസ്ഥ. എന്താണ് അവസ്ഥയുടെ മൂല കാരണം? കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറി കൊടുത്തപ്പോൾ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുഹൂർത്തങ്ങൾ പോലും നമുക്ക് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. മകൻ 2ാം നിലയിൽ ഇരുന്ന കമ്പ്യൂട്ടറിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. ഐടിയും ബിടിയും വളരെ പ്രധാനപ്പെട്ടതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവൻ ചതിക്കുഴിയിൽ നിന്ന് ചതിക്കുഴിയിലേക്ക് വീഴുകയാണെന്ന സത്യം ആ പാവപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. ുള്ളോ രാജ്യം ശീലത്തിൻ പിണ്ടക്രിയ കുതകം തിലോദകം കാലദൂരിലേക്കുള്ള മോട്ടോറൻ പെട്രോൾ തൈലം എന്ന കവി വിശേഷിപ്പിച്ച ലഹരിയുടെ മറ്റൊരു കണ്ണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാത്തിനും ഒരു അപവാദമായി നിലനിന്നുകൊണ്ട് മനുഷ്യരുടെ മനുഷ്യത്വം പാലൂട്ടി വളർത്തിക്കൊണ്ട് അവനെ ഉത്തമനായ മനുഷ്യനാക്കി മാറ്റി തീർക്കുക. അതാണ് ഓണാഘോഷത്തിന്റെ യഥാർത്ഥമായ സന്ദേശം. എന്നുള്ളിലെന്നും ചിറകടിച്ചാട്ടുന്ന പൊന്നിൻകളിയെ പുറത്തയച്ചിടുവൻ നീടുറ്റ രാഗപരവശയാകും ഈ നിഹാര നിൽക്കണം നീരാവിയാകുവൻ ആനന്ദ ദീപം കൊളുത്തി ഉലകിലി ഞാൻ എന്ന പാഴ്നിഴൽ മഴിച്ചു കളയുവൻ എത്ര ദിനകര മണ്ഡലം നീലിൽ മസ്തശൈലത്തിൽ തടഞ്ഞു തകരണം എന്ന് സംശയിക്കുന്ന യുവതലമുറയോട് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ അവന് പകർന്നു. അമൃതാനന്ദമയുടെ ഒരു പ്രശസ്തമായ വചനം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. In today's world, there are many who live in air-conditioned rooms, who need sleeping pills to sleep. Therefore, the real challenge before us is to air-condition our minds. For that, the control of our mind must be firmly in our hands. അത്തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഓണാഘോഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന്റെ പ്രതീകങ്ങളാണ് തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും മഹാബലിയും. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്തുമായ ജനാധിപത്യ രാജ്യമായ ഭാരതം. ആ നാടിന്റെ മക്കളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. സ്വാതന്ത്ര്യത്തിന്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിയതിന് പിന്നിൽ മനുകൾക്ക് മൃതിയേക്കാൾ ഭയാനകമായ പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിയതിന്റെ പിന്നിൽ സേവനത്തിന്റെ, ത്യാഗത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, അർപ്പണ മനോഭാവത്തിന്റെ ഉദാത്തമായ ഒരു നേടിയെടുത്ത ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അത് സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് കൂടി വഴിതെളിക്കാൻ ഉതകുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്ന മൂശകളാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. बसीरे लोगों और टूटे वादों उनका वो अनकहा कसीसा में the forgotten people and the broken promises. I am their untold story. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നാം നമ്മുടെ ജനതയ്ക്ക് നൽകിയ ഡെസ്റ്റിനി
Long years ago we made a trust with destiny. അതിനെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഐറ്റിക്കും ബിറ്റിക്കും മാത്രം കഴിയില്ല, മനുഷ്യനും മനുഷ്യത്വത്തിനും മാത്രമേ സാധിക്കൂ. ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നാം പറഞ്ഞത്? സുദീർഘമായ പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിന്റെ ഭാവി ഭദ്രവും ഭാസുരവുമായി തീരുകയും സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ ആകത്തുകയായ ഒരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുക്കുന്ന ഒരു തലമുറ. സൂര്യനെ ശ്രമിക്കാത്തൊരു സാമ്രാജ്യത്തെ മറാല പോലെ വിറപ്പിച്ച് അവരെ രാജ്യരാമാനും കെട്ടുകെട്ടിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിന്റെ പിൻതലമുറക്കാരായിട്ടുള്ള ഒരു തലമുറ, ലക്ഷ്യബോധമുള്ളൊരു തലമുറ. ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രണ്ടുദേവന്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രന്റെ സത്യസന്ധതയും ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും മുഹമ്മദിന് സ്ഥൈര്യവും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്ന ഒരു തലമുറ. ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിങ്കൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കുന്നു. ഗാന്ധിയ തത്വസംഹിതകളെ, ഗാന്ധിജിയുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്ന ഒരു തലമുറ. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കഴിവുള്ളവൻ, കുരുന്നു മുഴുവാൻ പോലും കൈമറയ്ക്കുന്നു. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഓണാഘോഷത്തിന്റെ സന്ദേശം എങ്ങനെയുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്നതായിരിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, എമ്പതിയുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക. അതാണ് ഓണാഘോഷത്തിന്റെ സന്ദേശം. എന്താണ് എമ്പതി? അന്യന്റെ ജീവിതത്തെ അന്യന്റെ വീക്ഷണകോണത്തിൽ കൂടെ തന്നെ കാണാൻ കഴിവുള്ളൊരു തലമുറ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പരാകാഷ്ഠയാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും, അന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും, അന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് കേൾക്കുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ സങ്കടം എന്തെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. അതാണ് എമ്പതി. കണ്ടേ മടങ്ങുക, കരിഞ്ഞ് വലിഞ്ഞ് വാശി മണ്ണാകും ഈ മലരെ വിസ്മൃതമാകും ഇപ്പോൾ. സത്യമെന്ന് കണ്ണീരിനാൽ അവനി വാഴുന്ന വിരാമകഷ്ടമെന്ന് മഹാകവി കുമാരനാശാൻ വീണഭൂമിൽ പറയുമ്പോൾ അതിന്റെ താത്വിക തലങ്ങളെ മനസ്സിലാക്കാൻ അവന് സാധിക്കണം. അതാണ് എമ്പതി. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കിയാൽ എന്ന് നളിനിയിൽ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ അവന്റെ കഴിവുണ്ടായിരിക്കണം. അങ്ങനെ എമ്പതിയുള്ളൊരു തലമുറ, മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള ഒരു തലമുറ. അതാണ് കാലഘട്ട ആവശ്യം. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള. അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു, രാപ്പകൽ എന്നോട് അന്തറിയാതെ. അതാണ് മനസ്സാക്ഷി. കാലമായി കാലമായി കാതരരാമിവർ കാത്തിരുന്നിടുന്നു കന്മതിൽക്കപ്പുറം, മായാകുമാരക പോരിക നേടുവാൻ മായക്കതീത അജ്ഞാതമാം ശാന്തിയെ. അതാണ് മനസ്സ്. അങ്ങനെ മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള. ഇന്നലെ വീണഭൂവിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. പുഷ്പമേ അധികതുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്ന ഒരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയമാണ് നിന്റെ ആഭൂതി എന്ന് പുലരിങ്ങ് കിടപ്പിനോട്ടാലെന്ന് കേൾക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദു കളിക്കുക. അങ്ങനെ മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള. ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി അത്തലുള്ളവരും ഭാരം ചുമക്കുന്നവരും അവശനും ആർത്തനും ആലംബഹീനനും അടങ്ങുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ. പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ഗ്രന്ഥത്തിലെ പ്രശസ്തമായ വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കാം. സഹസ്രയുഗങ്ങളായി
തന്റെ വക്ഷസിൽ നിന്നും തന്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തു വിടുകയും പ്രപഞ്ചത്തിന്റെ അവിരാമമായ വൃക്ഷക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതിചേർത്ത് പ്രാപിക്കുകയും ശിവവദ്ഗിരിയുടെ കരളലിഞ്ഞു മാറുന്ന കണ്ണീരിനെ ദുഃഖാർത്ഥനായ മനുഷ്യന്മാർക്കെന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കും എന്ന് ഖാർഖർ കേരള സമാജത്തിലെ ഓരോ അംഗവും ഓരോ വ്യക്തിയും ഓരോ കുടുംബവും രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ബസപ്രത്യരാകുമെങ്കിൽ കേരളോർവി ഭാരതാംബ ഈ നാട് ഉലകിത യാത്രയായിരിക്കുന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു വേദിയായി ഈ മഹാസംഗമം തിരുവരടയാകുമാറാകട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ആസ്ഥാന മന്ദിരം എന്ന നിങ്ങളുടെ ദീർഘകാല അഭിലാഷം താമസം ദിന പൂവണിയും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സേവനം മുദ്രാവാക്യമായും ത്യാഗം ജീവിതപഥമായും സ്വീകരിക്കുന്ന ഒരു സംഘടനയുടെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് തന്നെയായിരിക്കും. കാരണം a tree which has its roots in the soil, അതാണ് നിങ്ങളുടെ സമാജം. A tree which has its roots in the soil that reaches up to the sky is a grim reminder to all of us that our ability to reach our goals depends on we the people who are the soil out of which we grow, who are the shoulders on which we stand. മനോഹരമായി പ്രഭാതം, നാളത്തെ പ്രഭാതമേ നിൻ മുഖം ചുംബിക്കുവാൻ നാളത്രയായി കാത്തു നിൽപ്പിതൻ ആശാപുഷ്പം നാം ഇടപ്പള്ളി പാടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള മനോഹരമായി ഈ പ്രഭാതം ഖാർഖർ കേരള സമാജത്തിലെ ബഹുമാന്യരായ അംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ എനിക്കൊരവസരം നൽകിയ ഈ ചടങ്ങിന്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടിയനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ കുടിയോളം നിന്നിലാവട്ടതായി അടിമല ഇടവീണം തന്നുവൻ മറ്റൊരിടത്തടിയുവത് രക്തം മുക്തി സിദ്ധിക്കുവോളം എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു തലമുറയെ, ഒരു സെക്കൻഡ് ജനറേഷൻ മുംബൈക്കാൾ ശ്രമങ്ങളിൽ നല്ലൊരു മലയാളി തലമുറയെ വാർത്തെടുക്കുവാൻ കൂടി ഈ സംഗമത്തിന് കഴിയും, ഈ സംഗമത്തിന് കഴിയണം. ഒരു കാരണം കൂടുണ്ട്. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായ ആധിപത്യത്തിൽ നിലനിർത്തുക ഭക്യാസ്വഭാഷതൻ കാൽക്കൽ കുനിയായി അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് ഉണർത്തുവാൻ യത്നം ചെയ്യുക. അതുകൊണ്ട് പരമപുരുഷ ശൈലി ഭരതക്ഷോണി മൗലേ പരമശിവ പതാകെ പത്മജാദത്തശാലേ പരമിവന സഹായം പാലിലാരുള്ളേ പരവശതയെ പറ്റി പാലനം ചെയ്യുകതായി എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ ഓണാഘോഷത്തിന് കഴിയണമേ എന്ന ആർത്തത്രാണപരായണനായ ത്രിജഗന്യന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന ജനശക്തിയുടെ ചേതനയുടെ ഊർജസ്വലതയുടെ പ്രതീകമായി ഒരു മഹാവടുവൃക്ഷമായി തഴച്ച് വളർന്ന് പടർന്ന് പന്തലിക്കാൻ ഖാർഖർ കേരള സമാജത്തിന് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ഇത്രയും മനോഹരമായി ഒരുപക്ഷെ ഓണത്തിന്റെ അന്തസത്ത പറഞ്ഞ മറ്റൊരു വ്യക്തി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകുക. അദ്ദേഹത്തിന്റെ ഈ ഭാവുകങ്ങൾക്ക് ഖാർഖർ കേരള സമാജത്തിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമാജത്തിന്റെ ഒരു അതുപോലെ തന്നെ ഓരോരുത്തരും ധന്യരായി. താങ്ക് യു വെരി മച്ച് സർ. അനുഗ്രഹം നൽകിക്കൊണ്ട് വേദിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, മഹാബലിയുടെ ഒരു വാക്കുകൾ. ഓണാശംസകൾ. താങ്ക് യു. അപ്പോൾ പ്രജകൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. സമാജത്തിന്റെ ആദരം നൽകുന്നതിന് വേണ്ടി
സമാജത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ വിവേകാനന്ദനെ ക്ഷണിക്കുകയാണ്. I think the man behind and the bridge between ambition and achievement. From a modest beginning to a formidable financial institution, our journey is built on trust, resilience, and relentless innovation. Strong, stable. ഫെഡറൽ ബാങ്കിനെ കുറിച്ച് എന്തോ 2 വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവർ പോകും. എല്ലാവർക്കും നമസ്കാരം, ഓണാശംസകൾ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിഷ്മിത മാഡത്തിനും മാനേജർ ആനന്ദിനും ഖാർഗർ കേരള സമാജത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ലീഡ് സ്പോൺസേഴ്സാണ് ഈ ഇവൻറ്റിൻ്റെ. ഒപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് 95% നമ്മുടെ ട്രാൻസാക്ഷൻസ് QR കോഡ് വഴിയായാലും എന്തായാലും എല്ലാത്തിലും ഖാർഗർ സമാജത്തിൻ്റെ കൂടെ ഫെഡറൽ ബാങ്കിൻ്റെ QR കോഡാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. ഒരു ലോങ് റിലേഷൻഷിപ്പാണ് നമ്മുടെ കൂടെ ഫെഡറൽ ബാങ്ക് ഉള്ളത്. 18 വർഷം, ഓൾമോസ്റ്റ് 18 വർഷമായി നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ മാഡത്തിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ക്വിക്കായിട്ടൊന്ന് പറയൂ നമ്മുടെ സമാജത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും. താങ്ക് യു. Thank you, Kerala Ghana Samajam. On this occasion, എൻ്റെ മലയാളം അത്ര നന്നായിട്ടില്ല, so please adjust. So I from the bottom of my heart, I thank Kerala Ghana Samajam for giving us this opportunity to be a part of Kerala family. I know Federal Bank is more related to you all than me because it is your bank. Whatever happens, you will be knowing the first thing than the staff are like us. So I request each and all of you and thank you for all your support till date. And I request you all to continue the support for the future as well. And I would like, on this occasion, I would like to inform you also that most of the people may not be aware like we can open a children's account or not. So even after the birth, if the child is having an Aadhaar card as well as the birth certificate, you can open an account with us. So starting from the birth itself, you can continue the relationship. Yes, even for further education purpose, they can continue with the rehab education loans, starting from your child futures to your home loan requirements and any business development requirement. We are into mutual funds as well as business loans and current accounts. Nowadays we have a new account wherein current account can also earn interest, wherein usually other banks don't give zero. It will be a 0% interest on the current accounts. But for us, we have a sweep account wherein you can open current account and a certain limit. You can over and above certain limit, you can gain interest on the current accounts as well. Other than that, we have savings and a very good rate deposit account. Rest and all things you will be knowing. I know there is a time constraint for this program as well. But on this occasion of Onam, I would like to wish you all the best and grow in a brighter way like the Onam Satya with all the tastes and excitement of the function. Grow along with Federal Banks. Thank you so much. താങ്ക് യു നിഷ്മിത മേഡം. നമ്മുടെ ബ്രാഞ്ചിൽ എപ്പോഴും മലയാളികളുണ്ടാവും. ആനന്ദ് പോസ്റ്റഡ് ആണ്. ആനന്ദിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെയും മലയാളികളുണ്ട്. അതുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് മേഡം ഓപ്പൺ ചെയ്യുന്നതായിട്ട്. താങ്ക് യു ആനന്ദ്. 2 വാക്ക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹാപ്പി ഓണം. ഈ സംഘടനയുടെ ഓണാഘോഷത്തിന് ക്ഷണിച്ച ഭാരവാഹികൾക്കും ബാക്കി ഗസ്റ്റുകൾക്കും ഫെഡറൽ ബാങ്കിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹാപ്പി ഓണം. Madam, actually one thing I want to tell you. I think when the Federal Bank came first time in Kharghar, so I think 99% of the accounts are actually through Kharghar Kerala Samajam people only. Because that time Mr. Vinod, I think he was the first branch manager. He was actually actively participated in Kharghar Kerala Samajam's activity and we most of them got the account from the day. Yeah, that's it. Sure. Okay, so requesting everybody to be part of Federal Bank. Thank you so much. ഒരു അറിയിപ്പുണ്ട്.
നമ്മുടെ ഓണാഘോഷത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താണ്? ഓണസദ്യ അല്ലേ? അപ്പോൾ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ താഴത്തെ ഓണസദ്യ റെഡിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പം പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡിജിറ്റൽ കൂപ്പൺ കൊടുത്തിട്ട് അവിടുന്ന് പേപ്പർ ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതാണ്. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് താഴെ പോയിട്ട് ഭക്ഷണം കൂപ്പണായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്തും അവർക്ക് ഇതുവഴി നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തിരക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ കൂപ്പൺ നിങ്ങൾ ഓരോരുത്തരും കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പേപ്പർ കൂപ്പൺ തരും. ആ കൂപ്പൺ നിങ്ങൾ താഴെ കൃത്യമായി ഏൽപ്പിക്കണം. കാരണം പ്രോഗ്രാമിൻ്റെ എൻഡിൽ ഏകദേശം 3 മണിക്ക് നമ്മളിവിടെ ഒരു ലക്കി ഡ്രോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂപ്പൺ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് അവർ ആ സമയത്തുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത കൂപ്പൺ അവിടെ ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ലക്കി ഡ്രോയിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്രീയ നൃത്തങ്ങളിലൊന്നാണ്. സുന്ദരമായ ചലനങ്ങൾ, അഭിനയം, താളം ഒക്കെ ചേർന്ന ഒരു രൂപമാണ്. ഇതൊരു കല മാത്രമല്ല, ഭക്തിയും അനുഷ്ഠാനവും ചേർന്ന ഒരു പ്രദർശനമാണ്. ഒരു ഭരതനാട്യമായി നമ്മൾ വിളിക്കുന്നു വിനിത സ്വദേശിനെ. சரவண பூந்தடத்தில் ஆறு மதலையாய் உதித்தவனாம் அரவணை மதலையாய் உதித்தவனாம் சரவண பூந்தடத்தில் ஆறு மதலையாய் உதித்தவனாம் அரவணை தாயோடி அவன் அருமுகனாய் சிரித்தான். அரவணை தாயோடி அவன் அருமுகனாய் சிரித்தான். சரவண பூக்கடத்தில் ஆறு மதலையாய் உதித்தவனாம் அரவணை தாயோடி அவன் அருமுகனாய் சிரித்தான். அவன் அருமுகனாய் சிரித்தான். அந்த பிரம்மனை சிறையிட்டான். அரளவன் உருவாக வந்து பிரணவ பொருள் உரைத்தான். பிரணவ பொருளறியாந்த பிரம்மனை சிறையிட்டான். பிரணவன் உருவாக வந்து பிரணவ பொருள் சொன்னான். சரவண புவனே சண்முக சரணே
உபயபதம் சூட்டி உவந்தருள் செய்தான் அபயகரம் தூக்கி ஆட்கொள்வான் உபயபதம் சூட்டி உவந்தருள் செய்தான் கரமலர் மேலே கலாபமை மீது புறமலர் குஞ்சரியை அரவணைத்தான் வேலன் கரமலர் மேலே அரவணைத்தான் வேலன் செந்தூர் கடலில் கோயில் கரமலர் வேலே நாளும் அடியவர்க்கு அருள் தந்தார் அடியவர்க்கு அருள் தந்தார் அடியவர்க்கு அருள் தந்தார். നല്ലൊരു കയ്യടി കൊടുക്കാം. സെമി ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി ഒരു ഫ്യൂഷൻ ഡാൻസുമായി എത്തുന്നു ഒരു കൊച്ചു കലാകാരി കാർത്തിക മേനൻ. ക്ഷണിക്കുകയാണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയാനി ചർച്ച് CPD ബേലാപ്പൂരിലെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു ആദരം നൽകുന്നതിന് വേണ്ടി സമാജത്തിന്റെ സെക്രട്ടറിയും ക്ഷണിക്കുന്നു.
ആശംസ അർപ്പിക്കുന്നതിലേക്ക് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, മലയാളി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഓണം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മെ പരസ്പരം സാഹോദര്യത്തിൽ ഒന്നിച്ചുറപ്പിക്കുന്ന ഈ വലിയ ഉത്സവത്തിൻ്റെ നാളിൽ നിങ്ങളോടൊപ്പം അല്പസമയം പങ്കിടുവാൻ തക്കോണം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓണം നൽകുന്ന സന്ദേശം കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്നുള്ള സന്ദേശം നമ്മളിൽ കൂടി, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന മേഖലകളിൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഖാർഗർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇന്ന് നമുക്കൊരു വിശിഷ്ടാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ കേണൽ പി ശശിധരൻ വിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നേടിയ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. സർ ശ്രീകുമാർ. അദ്ദേഹത്തെ നമുക്ക് നല്ലൊരു കഴിവോടെ സ്വീകരിക്കാം. അദ്ദേഹത്തിനുള്ള ആദരം നൽകുന്നത് സമാജത്തിന്റെ സെക്രട്ടറി. രാഷ്ട്രപതിയിൽ നിന്നും വിശിഷ്ട സേവാ മെഡൽ നേടിയ അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. സർ. എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. How's the church? How's the church? How's the church? The aim was to just set you up and everything. I would like to know from a principal secretary staff that how did you manage the time to do your official work and the kind of speech you have given. I am yet to see any IAS officer ever giving a speech. Okay, instead of Malayalam, I am talking in English. I hope you don't mind. I just wanted to know how many young people or parents want to send their daughter or son to the army. Oh, how many people? Yes, yes. Okay. Generally, Kerala people dominate the technical job. EME, engineers and others. I'm now talking about hardcore professional officers cadre. We are in Mumbai, just about 60, almost about 100 kilometers away. We have one of the biggest and most modern institute which trains a person. The motto written there, you hand over the son here as a kid and we'll hand you over after 3 years as a major or as a grown-up adult. Has anybody seen National Defence Academy in Kadakwazala? We are so nearby. I requested the organizers to plan a visit, parents and the children, of how a small child has been trained into a man. And now coming back to the current scenario, I am very happy that you people recognized
my effort and my success story, but the complete story goes back to our troops, where we survived the battle. Now, Operation Sindoor, there was a lot of media hype and a lot of gaps in the information, so the complete websites are full of any kind of information. But I'd just like to say a few words, few things, that Operation Sindoor, the task given to the defense forces in this predominant role played by Air Force, 28 minutes, they accomplished the full task they are given, the mission they are given, and then they all came back safely. And Air Force, there was a lot of such bogie information, psychological warfare tactics adopted by Pakistan and their allied Turkey and other countries. They said 6 fighter aircrafts are shot down by them. They could not produce even one tailbone or a small piece of evidence. If they have got 6 aircraft shot down, that would have displayed in the media. Whereas our Air Force chief has mentioned that every person who has gone with the aircraft, even along the line of control and across, we got everybody back. Yes, initial way, 10 days which took, that the moment the task was given to hit 11 headquarters or the training camps of they all achieved in success and 28. Not only that, we told them that we have finished the task and now you ensure that in future you don't take a chance like this. But, yeah. Okay. The way to become an officer, anybody else a retired or senior citizen as army officer or Navy Air Force here? To become an officer, one of the methods is Rashtriya Indian Military College, RIMC in Dehradun. And we have a lot of training schools all over India. If you decide to get into the army as a career as an officer, that's the first thing. Instead of that, my recommendation will be, after 12th, you give a written examination and you give an interview for 6 days and get selected and go to the training camp in National Defense Academy, Kosla. Even if you are not planning to join army as an officer or maybe or Air Force, you try and give this exam and clear the 6 days interview. Tata as an organization has put a condition, you give me a proof that you have cleared service selection board interview, then they are straight away taken into that academy to become the senior officers. So, for lack of time, just if any parents or those who are potential to understand how the army is training the officers, I can organize your visit with the help of the organizers. You personally come and see how a young boy being trained and brought back in the 3 years time frame as a man. National Defense Academy is near Pune, Kadakosla. So it is എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഖാഗർ കേരള സമാജം അതിൻ്റെ കുട്ടികളെയും കുഞ്ഞുകുട്ടികളെയും ഇന്നിപ്പം താങ്ക് യു പറയാണ് കേണൽ സർ. ഓരോ കുട്ടിയും ഇതിനകത്തു നിന്ന് ഒരു കുട്ടിയെങ്കിലും എൻ ഡി എക്ക് അല്ലെങ്കിൽ ഒരു ആർമിയിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ സമാജം ഇദ്ദേഹം കേണൽ സാർ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Even if people the militancy in Galwan, it was all barbed wire and the weapon was
kept behind or it is not fired. Now, it's an experience in itself whether the school-going kids or the parents would like to go to China, Shanghai, Beijing. I can come and organize, have a meeting separately for those who are planning to, interested in knowing about China. Requesting President to come on the stage to felicitate our guest. Thank you, sir. So, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സമാജം ഒരു വൺ ഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ എത്തും. അതിനുശേഷം നമുക്ക് ആ ഒരു ദിവസം പ്രോഗ്രാം ചെയ്യും. താങ്ക് യു സർ. Banushree, Pavenya, Ayra, Meshika, and Sannidhi. കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം